കഴിഞ്ഞ PPT-യിൽ നമ്മൾ നോൺ എസെൻഷ്യൽ വേർഡ്സ് ആയിട്ടുള്ള കാലിക്സും കൊറോളയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എസെൻഷ്യൽ വേർഡ് ആയിട്ടുള്ള ആൻഡ്രീഷ്യത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ്രീഷ്യം ഈസ് ദ തേർഡ് ഇന്നർമോസ്റ്റ് വേർഡ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ വേർഡ് because it is the male reproductive part of a flower found between corolla and gynoecium, and the individual units of androecium called stamen, and each stamen has three parts: a filament, anther and connective. നമുക്ക് ഈ ഒരു പിക്ചറിൽ ഇതിൻ്റെ ആന്തർ ലോബ്സും അതേപോലെ ഫിലമെൻറ്റുമേ കാണാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് ഓഫ് എ സ്റ്റേമൻ കോൾഡ് ഫിലമെൻറ്റ്, ആൻഡ് ഈ ടോപ്പിലുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള റീജിയൻ ആണ് ഇതിൻ്റെ രണ്ട് ആന്തർ ലോബ്സ്. ഈ രണ്ട് ആന്തർ ലോബ്സിനെ ഇൻറ്റേർണലി കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് കണക്റ്റീവ് എന്ന് പറയാം. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞത് ഒരു ഫ്ലവറിലെ മൊത്തം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ പറയുന്ന പേരാണ്. ആൻഡ് ഇതിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് 3 ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. ഈ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയാണ് സ്റ്റേമൻ എന്ന് പറയാം. ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആണല്ലോ അല്ലേ? ആൻഡ്രീഷ്യം എന്ന് പറയുമ്പം ഒരു ഫ്ലവറിലുള്ള മൊത്തം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അതിൽ ഓരോ യൂണിറ്റിനെയും സ്റ്റേമൻ എന്ന് പറയും. ഇൻ സം stamens are expanded and attractive called petaloid stamen. നമ്മൾ മോഡിഫിക്കേഷൻ കാലിക്സിലും കൊറോളയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെപ്പലോയിഡ് പെറ്റലും പെറ്റലോയിഡ് സെപ്പലും. അതുപോലെ പെറ്റലോയിഡ് സ്റ്റേമൻ, അതായത് പെറ്റൽ പോലത്തെ സ്റ്റേമൻ. പെറ്റൽ പോലത്തെ സ്റ്റേമൻ എന്ന് പറയുമ്പം സ്റ്റേമൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു. പെറ്റൽ എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് ആൻഡ് അട്രാക്റ്റീവ് ആണ്. സോ അതുപോലെ സ്റ്റേമൻ വരികയാണെങ്കിൽ അതിനെയാണ് പെറ്റലോയിഡ് സ്റ്റേമൻ എന്ന് പറയാം. ആൻഡ് പെറ്റലോയിഡ് സ്റ്റേമൻ ഒരു എക്സാമ്പിൾ ആണ് കാന, നമ്മളെ തോട്ടവാഴ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. ആ പ്ലാന്റിൻ്റെ കേസിൽ സ്റ്റേമൻ മോഡിഫൈഡ് ഇൻ ടു പെറ്റൽ ലൈക്ക് അട്രാക്റ്റീവ് സ്ട്രക്ചേഴ്സ് കോൾഡ് പെറ്റലോയിഡ് സ്റ്റേമൻ. ഈ ഒരു ആന്തർ കാണിച്ചിട്ടുള്ളത്, ഈ ആന്തർ വന്നിട്ടുള്ളത് എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഫിലമെൻറ്റിൻ്റെ മുകളിലാണ്. നമുക്ക് പെറ്റൽ പോലെയാണ് തോന്നുക. ഈ ഒരു വലിയൊരു സ്ട്രക്ചർ അതിൻ്റെ പെറ്റലല്ല, ആന്തർ നിൽക്കുന്ന വലിയ സ്ട്രക്ചർ അതിൻ്റെ പെറ്റലല്ല, മറിച്ച് അതിൻ്റെ സ്റ്റേമൻ്റെ ഫിലമെൻ്റ് ആണ്. അതുകൊണ്ടാണ് പെറ്റലോയിഡ് സ്റ്റേമൻ എന്ന് പറയുക. ഈ ഒരു സെക്കൻഡ് പിക്ചറിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ എക്സ്പാൻഡഡ് പോർഷൻ. ആൻഡ് ദ സ്റ്റേമൻസ് മേ ബി എപ്പിപെറ്റാലസ് ഓർ ഫ്രീ. എപ്പിപെറ്റാലസ് സ്റ്റേമൻ എന്ന് പറയുമ്പം ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് അഡിഷൻ ആണ്. അഡിഷൻ ആൻഡ് കൊഹിഷൻ. അഡിഷൻ മീൻസ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ്. സോ സ്റ്റേമനും പെറ്റലുമായിട്ടുള്ള ഒരു അട്രാക്ഷൻ, അതാണ് അഡിഷൻ എന്ന് പറഞ്ഞത്. സോ എപ്പിപെറ്റാലസ് കണ്ടീഷൻ മീൻസ് നമുക്ക് സ്റ്റേമൻസിനെ പെറ്റലിൻ്റെ മുകളിലാണ് കാണാൻ പറ്റുന്നതെങ്കിൽ അതിനെ എപ്പിപെറ്റാലസ് കണ്ടീഷൻ എന്നാണ് പറയുക. ഇവിടെ ഞാൻ രണ്ടാമത് കാണിച്ചിട്ടുള്ള പിക്ചർ, അതായത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ആന്തർ ലോബ്സ് ഉള്ള പിക്ചറിൽ സ്റ്റേമൻസിൻ്റെ ഫിലമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തത് പെറ്റലിൻ്റെ മുകളിലാണ്, ഈ ഗ്രീൻ ആയിട്ടുള്ള പെറ്റലിൻ്റെ മുകളിലാണ് കാണുന്നത്. അതേസമയം ഇവിടെ ഫ്രീ ആയിട്ടുള്ള സ്റ്റേമൻസ് കാണിച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള സ്റ്റേമൻസ് നമ്മൾ സെപ്പലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ആ ഒരു ഫ്ലവർ സ്റ്റോക്കിൻ്റെ ബേസ് നിന്നായിരിക്കും, ഫ്ലവർ സ്റ്റോക്കിൻ്റെ ടോപ്പ് നിന്നായിരിക്കും എറൈസ് ചെയ്തിരിക്കുക. സോ അഡിഷൻ ഓഫ് സ്റ്റേമൻ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഒന്നെങ്കിൽ അത് ഫ്രീ ആയിരിക്കും, എവിടെയും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കൂല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് പെറ്റൽ. ദ കണ്ടീഷൻ ഈസ് കോൾഡ് എപ്പിപെറ്റാലസ് കണ്ടീഷൻ. അപ്പോൾ അഡിഷൻ നമ്മൾ പറഞ്ഞു, സ്റ്റേമനും പെറ്റലും തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിനെയാണ് അഡിഷൻ എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എപ്പിപെറ്റാലസ് കണ്ടീഷനാണ്. ആൻഡ് എപ്പിപെറ്റാലസ് കണ്ടീഷൻ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക ഡെറ്റൂറ. നമ്മളെ ഉമ്മത്തങ്കായ നമ്മൾ അതിൻ്റെ ആ ഒരു പെറ്റൽ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ എപ്പിപെറ്റാലസ് കണ്ടീഷൻ. അതുപോലെ തന്നെ നമ്മൾ അലമാണ്ടയിലും എപ്പിപെറ്റാലസ് ആണ്. നമ്മൾ ആ ഒരു കൊറോണറി ഹെയർസ് കണ്ട അവിടെ സ്റ്റേമൻസിൻ്റെ ഫിലമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുക. സോ പെറ്റൽസ് ആർ അറ്റാച്ച്ഡ് വിത്ത് സ്റ്റേമൻ. ആൻഡ് ഇത് നമ്മൾ ഫർദർ ആയിട്ട് ഇനി പ്രാക്ടിക്കലി ചെയ്യുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി നമ്മൾ കാണുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കൊഹിഷൻ ആണ്. കൊഹിഷൻ എന്ന് പറയുമ്പം സ്റ്റേമനും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ്.
സെയിം യൂണിറ്റ്സ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് കൊഹിഷൻ എന്നുള്ളത്. സോ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ കൊഹിഷൻ എന്ന് പഠിച്ചിട്ടുള്ളത്. സോ ഇവിടെ സെയിം യൂണിറ്റ്സ് തമ്മിലുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൻ്റെ 2 യൂണിറ്റ്സ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് കൊഹിഷൻ എന്ന് പറയാം. ആൻഡ് ദർ ആർ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊഹിഷൻ: monadelphous, diadelphous, polyadelphous, syngenesious and synandrous. First type of cohesion, monadelphous. Monadelphous means filaments of whole set of stamens of a flower fused to form one bundle. ഒരു ഫ്ലവറിലെ ആൻഡ്രീഷ്യത്തിൻ്റെ മുഴുവൻ സ്റ്റേമൻസിൻ്റെയും ഫിലമെൻറ്റ്സ് മാത്രം ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബണ്ടിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മൊണാഡെൽഫസ് സ്റ്റേമൻസ് എന്ന് പറയാം. ആൻഡ് എക്സാമ്പിൾ ഫോർ മൊണാഡെൽഫസ് സ്റ്റേമൻ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഹിബിസ്കസ് പ്ലാന്റിൽ മൊണാഡെൽഫസ് ആണ്. അപ്പം സ്റ്റേമൻസിൻ്റെ നമ്പർ ഹിബിസ്കസിൽ ന്യൂമറസ് ആണ്. 10-ൽ കൂടുതൽ അല്ലെങ്കിൽ 15-ൽ കൂടുതൽ സ്റ്റേമൻസ് ഉണ്ട്. സോ നമ്മൾ ന്യൂമറസ് എന്നാണ് പറയാം. ഇതിൽ നമുക്ക് ചെറിയൊരു പാർട്ട് ഫിലമെന്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കി താഴേക്ക് നമ്മൾ ഹിബിസ്കസ് ഫ്ലവറിൻ്റെ പെറ്റൽ കഴിഞ്ഞാൽ മുകളിൽ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ കാണാറുണ്ട്, പെറ്റലിൻ്റെ അതേ കളറിൽ. ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഒരു 1/4 ഭാഗമായതിനു ശേഷം മാത്രമാണ് നമുക്ക് സ്റ്റേമൻസിനെ കാണാറ്. ആ 1/4 ഭാഗത്തോളം പോർഷൻ റെഡ് കളറിൽ ഫോം ചെയ്തിട്ടുള്ളത് ഈ സ്റ്റേമൻസിൻ്റെ, ഈ ന്യൂമറസ് സ്റ്റേമൻസിൻ്റെ ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു ബണ്ടിലാണ്. അതിൻ്റെ ഉള്ളിൽ ഹോളോ ആണ്, അതായത് ഗ്യാപ്പാണ്. സോ അങ്ങനത്തെ സ്റ്റേമൻസിനെ ഇങ്ങനെ ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ബണ്ടിൽ ഫോം ചെയ്ത് ആന്തർലോബ്സ് ഫ്രീ ആയിട്ടുള്ള കണ്ടീഷനെയാണ് മൊണാഡെൽഫസ് എന്ന് പറയുക. ആൻഡ് എക്സാമ്പിൾ ഫോർ മൊണാഡെൽഫസ് കണ്ടീഷനസ് ഹിബിസ്കസ്, അതേപോലെ ക്രോട്ടലേറിയ. കിലുക്കാമ്പെട്ടി നിങ്ങൾ ഡിസെക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഡയാഡെൽഫസ്. മൊണാഡെൽഫസിൽ നമ്മൾ പറഞ്ഞു സിംഗിൾ ബണ്ടിലാണ് ഫോം ചെയ്യുക ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ ഡയാഡെൽഫസ് എന്തായിരിക്കും? ഫിലമെൻറ്റ്സ് ഓഫ് whole set of stamens of a flower fused to form 2 bundle. ഈ പിക്ചറിന് നമുക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. അപ്പോൾ ഇത് ക്രോട്ടലേറിയ പോലത്തെ, അതായത് ക്രോട്ടലേറിയ അല്ല, ക്രോട്ടലേറിയയിൽ മൊണാഡെൽഫസ് ആണ്. പാപ്പിലോണിയസി ഫാമിലിയിൽ പെടുന്ന ഒരു പ്ലാന്റിൻ്റെ ആൻഡ്രീഷ്യാണ്. ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേമൻസ് എന്ന് പറഞ്ഞത് 10 ആണ്. 10 സ്റ്റേമൻസ് ഉള്ളതിൽ 9 എണ്ണം ഫ്യൂസ് ചെയ്തിട്ട് ഒരു ബണ്ടിൽ ഫോം ചെയ്യും. അതാണ് ഈ താഴെ കാണുന്ന വലിയ ബണ്ടിൽ. ആൻഡ് 1 ഫ്രീ ആയിട്ട് കാണും. സോ ഇതിൽ ടോട്ടൽ 2 ബണ്ടിൽസ് ആണ്. 1 9 ഉള്ള ഒരു ബണ്ടിലും 1 ഒറ്റയ്ക്കുള്ള ഒരു സ്റ്റേമനും. സോ 2 ബണ്ടിൽസ്. ആൻഡ് എക്സാമ്പിൾ ഫോർ ഡയാഡെൽഫസ് കണ്ടീഷനസ് ക്ലിറ്റോറിയ. ക്ലിറ്റോറിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പത്തിൻ്റെ കേസിൽ ഡയാഡെൽഫസ് ആണ് 9+1 കണ്ടീഷൻ. ആൻഡ് ദ തേർഡ് വൺ ഈസ് പോളിയാഡെൽഫസ്. പോളിയാഡെൽഫസ് അപ്പം എന്തായിരിക്കും? ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് മോർ ദാൻ 2 ബണ്ടിൽസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പോളിയാഡെൽഫസ് എന്ന് പറയാം. ആൻഡ് എക്സാമ്പിൾ ഫോർ പോളിയാഡെൽഫസ് കണ്ടീഷനസ് റിസിനസ്. ആൻഡ് ഇത് റിസിനസിൻ്റെ പിക്ചർ അല്ല. റിസിനസ് എന്ന് പറഞ്ഞത് ആവണക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക കേട്ടോ. റിസിനസിൻ്റെ കുഞ്ഞു ഫ്ലവർ ആയതുകൊണ്ട് പിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പോളിയാഡെൽഫസ് കണ്ടീഷന് എങ്ങനെയാന്ന് വെച്ചാൽ മോർ ദാൻ 2 ബണ്ടിൽസ് ഫോം ചെയ്യും. അപ്പോൾ ഈ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പിക്ചറിൽ 5 പെറ്റൽസ് ഉണ്ട്. 5 പെറ്റൽസിൻ്റെയും സൈഡിലേക്ക് 5 ബണ്ടിൽസ് ആയിട്ട് നമുക്ക് സ്റ്റേമൻസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ പെറ്റലിൻ്റെ സൈഡിലേക്കും ഓരോ ബണ്ടിൽസാണ്. ഇങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പോളിയാഡെൽഫസ് കണ്ടീഷൻ എന്ന് പറയാം. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സിഞ്ചനീഷ്യസ്. സിഞ്ചനീഷ്യസ് കണ്ടീഷൻ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ആൻഡ്രീഷ്യം ഓഫ് ആസ്റ്ററേസി ഫാമിലി. ആസ്റ്ററേസി എന്ന് പറഞ്ഞിട്ടുള്ളത് സൺഫ്ലവർ ഫാമിലിയാണ്. ഹിയർ ഫിലമെൻറ്റ്സ് ഓഫ് സ്റ്റേമൻസ് ആർ ഫ്രീ ബട്ട് ആന്തേഴ്സ് ഫ്യൂസ്ഡ്. അതായത് ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു മൊണാഡെൽഫസ് കണ്ടീഷൻ. മൊണാഡെൽഫസ് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തു, ആന്തേഴ്സ് ഫ്രീ എന്നാണ്. ഹിയർ ആന്തേഴ്സ് ഫ്യൂസ്ഡ് ബട്ട് ഫിലമെൻറ്റ്സ് ഫ്രീ. നമ്മൾ ആസ്റ്ററേസി ഫാമിലിക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുള്ളത് നമ്മളെ മല്ലിക, അതേപോലെ ട്രൈഡാക്സ് ഒക്കെയാണ്. ഇങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു ഫ്ലവേഴ്സ്, ആ ഒരു സെൻറ്ററിൽ കാണുന്ന ഫ്ലവേഴ്സിനെ ഡിസെക്ട് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു നീഡിൽ കോർത്തിട്ടുണ്ട്. നീഡിൽ കോർത്ത അല്ലെങ്കിൽ ഒരു പെൻസിൽ കോർത്ത ടൈപ്പ് പിക്ചർ ഉണ്ട്. ആ പെൻസിൽ കോർത്ത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫിലമെൻറ്റ്സ്. അതായത് ഇതിൻ്റെ ഫിലമെൻറ്റ് ഫ്രീയാ,
പക്ഷെ മുകളിൽ ഈ ഒരു കുഞ്ഞു ബ്ലാക്കിഷ് ആയിട്ട് കാണുന്ന ഈ പോർഷൻ അതിന്റെ ആന്തർ ലോബ്സാ. സോ ഈ ബ്ലാക്കിഷ് ആയിട്ടുള്ളത് 5 ആന്തർ ലോബ്സ് ഫ്യൂസ് ചെയ്ത് കാണുന്ന സ്ട്രക്ചറും അതിന്റെ താഴെയുള്ള ഫിലമെന്റ്സ് 5 ഫ്രീ ആയിട്ടുമാണ് കാണുന്നത്. ഇങ്ങനെ ഫിലമെന്റ്സ് ഫ്രീയും ആന്തർ ലോബ്സ് ഫ്യൂസ്ഡും ആയിട്ട് കാണുകയാണെങ്കിൽ അതിനെയാണ് സിഞ്ചനീഷ്യസ് കണ്ടീഷൻ എന്ന് പറയുക. എക്സാമ്പിൾ ട്രൈഡാക്സ് ചിരവനാക്കി എന്നാണ് പേര്. ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ്. ആൻഡ് ടജീറ്റസ് എന്ന് പറഞ്ഞത് നമ്മളുടെ മല്ലികയാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫിലമെന്റ്സ് ഫ്രീ, ആന്തേഴ്സ് ഫ്യൂസ്ഡ്. And the last one is synandrous condition, which is the most complicated type of cohesion, and it is the characteristic feature of cucurbits. Cucurbitaceae ഫാമിലിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ടാണ് സിനാൻഡ്രസ് കണ്ടീഷൻ പറയുന്നത്. ഹിയർ നേരത്തെ നമ്മൾ ഒരു സ്ഥലത്ത് ഫിലമെന്റ്സ് ഫ്രീ ആന്തേഴ്സ് ഫ്യൂസ്ഡ് പറഞ്ഞു, രണ്ടാമത് ആന്തേഴ്സ് ഫ്യൂസ്ഡ് ഫിലമെന്റ്സ് ഫ്രീ. അപ്പം മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ടൈപ്പ് ഓഫ് ഫ്യൂഷൻ എന്തായിരിക്കും? ആന്തേഴ്സും ഫിലമെന്റ്സും ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബണ്ടിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ആൻഡ്രീഷ്യത്തിന്റെ മൊത്തം പാർട്ടും ആന്തേഴ്സും അതേപോലെ ഫിലമെന്റ്സും ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബണ്ടിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സിനാൻഡ്രസ് കണ്ടീഷൻ എന്ന് പറയാ. ആൻഡ് സിനാൻഡ്രസ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കുക്കുർബിറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണെന്ന്. കുക്കുർബിറ്റ്സിന്റെ മെയിൽ ഫ്ലവേഴ്സ്, കുക്കുർബിറ്റ്സ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. സോ മെയിൽ ഫ്ലവേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെൻട്രൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ഒരു പക്ക നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റേമെന്റ് സ്ട്രക്ചറേ ആയിരിക്കൂല, അതിന് ആകെ മൊത്തം ഫ്യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചറാണ് കാണുക. ഇതാണ് സിനാൻഡ്രസ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ കുക്കുർബിറ്റ്സിൽ സെഫലാൻഡ്ര എന്ന് പറഞ്ഞത് നമ്മളെ കോവയ്ക്കാണ്. Based on attachment of anthers to the filament, there are 4 different types of attachment. First one, adnate. It is a primitive type of anther attachment in which filament is attached throughout the length of anther. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. അതായത് ഇവിടെ താഴെ തൊട്ട് ഫിലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആ ഫിലമെന്റ് മുകൾ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് മുകളിൽ ഒരു ക്യാപ്പ് ലൈക്ക് അല്ലെങ്കിൽ ഒരു ഹുഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫിലമെന്റ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ആന്തർ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അഡ്നൈറ്റ് ടൈപ്പ് എന്ന് പറയാം. ആ ഒരു ഫിലമെന്റിന്റെ സൈഡിലായിട്ടാണ് അതിന്റെ ഫെർട്ടൈൽ റീജിയൻ ആയിട്ടുള്ള ആന്തർ ലോബ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആൻഡ് എക്സാമ്പിൾ ഫോർ അഡ്നൈറ്റ് ടൈപ്പ് അറ്റാച്ച്മെന്റ് അനോന. നമ്മൾ മൈക്കേലിയ ചെമ്പകയിലും അതായത് ചെമ്പകത്തിന്റെ കേസിലും നമുക്ക് ഈ അഡ്നൈറ്റ് ടൈപ്പ് അറ്റാച്ച്മെന്റ് കാണാൻ പറ്റും. നമ്മൾ ചെമ്പകത്തിന്റെ വലിയ ഇതളുകൾ കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ചെറിയ ഇതള് പോലത്തെ സ്ട്രക്ചർ ആണ് അതിന്റെ സ്റ്റേമൻസ്. നമുക്കത് കണ്ടാൽ സ്റ്റേമൻ ആയിട്ട് തോന്നുകയില്ല, നമ്മൾ ഇതുവരെ പഠിച്ച ഒരു സ്റ്റേമന്റെ ഒരു സ്ട്രക്ചറേ അല്ല അതിന്. അതായത് സ്റ്റെറൈൽ റീജിയൻസ് കൂടുതലും ഫെർട്ടൈൽ റീജിയൻ കുറവുമായിട്ടുള്ള ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ആന്തർ ഫിലമെന്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്റ്റേമനെയാണ് നമ്മൾ എന്ത് പറയാ, അഡ്നൈറ്റ് ടൈപ്പ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ ബേസി ഫിക്സ്ഡ്. ബേസി ഫിക്സ്ഡ് എന്നുള്ള ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ബേസി. ഫിലമെന്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി ബേസ് ഓഫ് ദി ആന്തർ. ഫിലമെന്റ് അറ്റാച്ച് ചെയ്യുക ആന്തർ ലോബ്സിന്റെ ബേസിലായിരിക്കും. ആന്തർ ലോബ്സിന്റെ ബേസിൽ ഫിലമെന്റിന്റെ ടിപ്പ് അറ്റാച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റിനെയാണ് ബേസി ഫിക്സ്ഡ് എന്ന് പറയാ. എക്സാമ്പിൾ സൊളാനം. സൊളാനം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ബ്രിഞ്ചോൾ, സൊളാനം മെലോഞ്ചിനെയാണ് ബ്രിഞ്ചോൾ. അപ്പോൾ ബ്രിഞ്ചോളിൻ്റെയൊക്കെ സ്റ്റേമന്റെ അറ്റാച്ച്മെന്റ് ആണ് ബേസി ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡോസി ഫിക്സ്ഡ്, ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞത് ബാക്ക് സൈഡ് ആണ്. ഡോസി ഫിക്സ്ഡ് മീൻസ് ഫിലമെന്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി ബാക്ക് ഓഫ് ദ ആന്തർ. ഇവിടെ ഞാൻ പിക്ചർ കാണിച്ചിട്ടുണ്ട് കണ്ടോ, ഫിലമെന്റിന്റെ ബാക്കിലായിട്ടാണ് ആന്തർ ലോബ്സ് അറ്റാച്ച് ചെയ്തതെങ്കിൽ അതിനെയാണ് ഡോസി ഫിക്സ്ഡ് എന്ന് പറയാം. എക്സാമ്പിൾ സെസാൽപീനിയ, നമ്മളെ രാജമല്ലി. ദെൻ ഫോർത്ത് വൺ വെർസാറ്റൈൽ. നമ്മൾ നേരത്തെ അഡ്നൈറ്റ് പ്രിമിറ്റീവ എന്ന് പറഞ്ഞു. വെർസാറ്റൈൽ ഈസ് ദ അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ആന്തർ അറ്റാച്ച്മെന്റ് ഇൻ വിച്ച് ഫിലമെന്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി മിഡിൽ ഓഫ് ദി ആന്തർ സോ ദാറ്റ് ആന്തേഴ്സ് ക്യാൻ സ്വിംഗ് ഫ്രീലി ഇൻ എയർ. കാറ്റിനനുസരിച്ചിട്ട് ഇതിന് പറന്നു പോവാനൊക്കെ പറ്റുന്ന രൂപത്തിൽ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. മിഡിലായിട്ടായിരിക്കും ആന്തറിന്റെ മിഡിലായിട്ടായിരിക്കും ഫിലമെന്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. എക്സാമ്പിൾ ഗ്രാസസ്. ഈ ഒരു പിക്ചറിനേക്കാളും ക്ലിയർ ആയിട്ടുണ്ടാവുക ഈ ഒരു പിക്ചറിലാണ്. ഇങ്ങനെയായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് എക്സാമ്പിൾ ഗ്രാസസ് എന്ന് പറയുമ്പോൾ നമ്മളെ നെല്ല്, മുള ഇങ്ങനത്തെ ടൈപ്സിലാണ് വെർസാറ്റൈൽ സ്റ്റേമൻസ് കാണാറ്.
അറേഞ്ച്മെന്റ് ഓഫ് സ്റ്റേമിനെ കുറിച്ച് പറയുന്ന സമയത്ത് നേച്ചറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. ഒരു സ്റ്റേമിനുള്ള ഫ്ലവർ, രണ്ട് സ്റ്റേമിനുള്ളത്, 3, 4, 5, 10, 10ൽ കൂടുതൽ സ്റ്റേമിൻസ് ഉള്ള ഫ്ലവർ. അതേപോലെ ഒരു വേളിൽ തന്നെ 5 സ്റ്റേമൻസും അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വേളിൽ തന്നെ 10 സ്റ്റേമനും അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ 10 സ്റ്റേമനുള്ള ഫ്ലവറിൽ 5 ഔട്ടർ വേൾഡിലും 5 ഇന്നർ വേൾഡിലും ആയിട്ട് അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻ്റ് ഉള്ള ഫ്ലവേഴ്സ് നാച്ചുറൽ അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിലെ 2 ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഡിപ്ലോസ്റ്റീമനസ് ആൻഡ് ഒബ്ഡിപ്ലോസ്റ്റീമനസ്. ഡിപ്ലോസ്റ്റീമനസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are 2 whorls of stamens, each whorl has the same number of stamen. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 സ്റ്റേമൻ ഉള്ള ഒരു ഫ്ലവർ, അതിന് 5 + 5 ഔട്ടർ വേൾഡിൽ 5ഉം ഔട്ടർ വേൾഡിൽ 5ഉം ഇന്നർ വേൾഡിൽ 5ഉം ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. There are 2 whorls of stamen, each whorl has the same number of stamen. Clear ആണല്ലോ? And stamen of the outer whorl opposite to sepal and that of inner whorl opposite to petal. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ പിക്ചറിലേക്ക് നോക്കുക. ഇവിടെ ഈ ഒരു ഫ്ലോറൽ ഡയഗ്രത്തിൽ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള 5 യൂണിറ്റ്സ് ഗ്യാപ്പ് ഇട്ടിട്ട് വരച്ചിട്ടുണ്ട്. ഈ ഗ്യാപ്പ് തുടങ്ങുന്ന സ്ഥലം തൊട്ട് മറ്റേ അടുത്ത ഗ്യാപ്പ് വരെയുള്ളത് ഒരു സെപ്പലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഔട്ടറിൽ കാണിച്ചിട്ടുള്ളത് കാലിക്സ് ആണ്, 5 സെപ്പൽസ്. അതിന്റെ തൊട്ടുള്ളിൽ കാണിച്ചിട്ടുള്ളത് 5 പെറ്റൽസ് ആണ്. ദെൻ അതിന്റെ ഉള്ളിൽ 10 സ്റ്റേമൻസ് കാണിച്ചിട്ടുണ്ട്. ഔട്ടർ വേൾഡിൽ 5 ഇന്നർ വേൾഡിൽ 5. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ജസ്റ്റ് പൊക്കിയും ഒന്ന് താഴ്ത്തിയാണ് വരച്ചിട്ടുള്ളത്. സോ 5 ഔട്ടർ വേളും 5 ഇന്നർ വേളും. അപ്പൊ ഇതില് നമ്മൾ സ്റ്റേമിനെ സെപ്പലിനെയും പെറ്റലിനെയും കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് എന്നാണ് ഡിപ്ലോസ്റ്റീമനസ് കണ്ടീഷനിൽ പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾഡ് ഓപ്പോസിറ്റ് ടു സെപ്പൽ. അപ്പൊ നിങ്ങൾ ഔട്ടർ വേൾഡിലുള്ള സ്റ്റേമനെ ഫോക്കസ് ചെയ്തോ? സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾഡിനെ ഫോക്കസ് ചെയ്യുക. ഇതാണ് സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾഡ്. ഇതിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പോസിറ്റ് ടു സെപ്പൽ ആണ്. സെപ്പലിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 2 സെപ്പലിന്റെ ഇടയിലുള്ള സ്ഥലം ഓൾട്ടർനേറ്റ് പൊസിഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഈ സെപ്പലിന്റെ കൂർത്ത ഭാഗമാണ് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. സോ സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾഡ് ഓപ്പോസിറ്റ് ടു സെപ്പൽ ആണ്. അതേസമയം ഇന്നർ വേൾഡിലുള്ള ഒരു സ്റ്റേമനെ നോക്കുക, അത് എന്താണ്? ഓപ്പോസിറ്റ് ടു പെറ്റൽ ആണ്. പെറ്റലിന്റെ സെന്ററിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ കണ്ടീഷനെയാണ് ഡിപ്ലോസ്റ്റീമനസ് കണ്ടീഷൻ എന്ന് പറയുക. ക്ലിയർ ആണല്ലോ? സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾഡിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേമിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈ കാലിക്സിന്റെ കൂർത്ത പൊസിഷനിലേക്ക്, അതായത് ഓപ്പോസിറ്റ് പൊസിഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. സ്റ്റേമൻ ഓഫ് ദ ഇന്നർ വേൾഡ് ഏതെങ്കിലും ഒരു ഇന്നർ വേൾഡിലെ സ്റ്റേമിനെ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈ ഒരു പെറ്റലിന്റെ വീതി കൂടിയ ഭാഗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്, അതായത് ഓപ്പോസിറ്റ് ടു പെറ്റൽ ആണ്. ആൻഡ് എക്സാമ്പിൾ ഫോർ ഡിപ്ലോസ്റ്റീമനസ് കണ്ടീഷനസ് മുരയ, കൊയിഞ്ഞി, അതായത് കറിവേപ്പില. ദെൻ രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ഒബ്ഡിപ്ലോസ്റ്റീമനസ് കണ്ടീഷൻ ആണ്. ഒബ്ഡിപ്ലോസ്റ്റീമനസ് കണ്ടീഷനിലും 2 whorls of stamen ആണ്. ഔട്ടർ വേൾഡ് ഹാസ് ദ സെയിം, ഔട്ടർ വേൾഡിലും ഇന്നർ വേൾഡിലും സെയിം നമ്പർ ഓഫ് സ്റ്റേമൻ ആണ്. സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾഡ് ഓപ്പോസിറ്റ് ടു പെറ്റൽ ആൻഡ് ഇന്നർ വേൾഡ് ഓപ്പോസിറ്റ് ടു സെപ്പൽ. നേരത്തെ പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ്. നേരത്തെ ഓപ്പോസിറ്റ് ടു സെപ്പൽ ഔട്ടർ വേൾഡ് ആയിരുന്നു, ഓപ്പോസിറ്റ് ടു പെറ്റൽ ഇന്നർ വേൾഡ് ആയിരുന്നു. ഒബ്ഡിപ്ലോസ്റ്റീമനസ് കണ്ടീഷനിൽ ഓപ്പോസിറ്റ് ടു പെറ്റൽ ഔട്ടർ വേൾഡും ഓപ്പോസിറ്റ് ടു സെപ്പൽ ഇന്നർ വേൾഡും ആണ്. ആ സെപ്പൽ പെറ്റൽ എന്നുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒബ്ഡിപ്ലോസ്റ്റീമനസ് കണ്ടീഷന്റെ പിക്ചറിലേക്ക് നോക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾഡ്. ഇവിടെ ഞാൻ ഔട്ടർ വേൾഡിലുള്ള ഒരു സ്റ്റേമനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് ടു പെറ്റൽ ആണ്. നേരത്തെ എങ്ങനെയായിരുന്നോ ഇന്നർ വേൾഡ്, അതുപോലെയാണ് ഇതിന്റെ ഔട്ടർ വേൾഡ്, ഓപ്പോസിറ്റ് ടു പെറ്റൽ ആണ്. ആൻഡ് ഏതെങ്കിലും ഒരു ഇന്നർ വേൾഡിലെ സ്റ്റേമനെ കൺസിഡർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു സെപ്പൽ. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പിക്ചറിലേക്ക് നോക്കാം. ഇവിടെ ഔട്ടർ വേൾഡിലുള്ള ഒരു സ്റ്റേമിനെ ഞാൻ യെല്ലോ കളറാക്കിയിട്ടുണ്ട്. ഈ ഔട്ടർ വേൾഡിലുള്ള സ്റ്റേമൻ ഓപ്പോസിറ്റ് ടു സെപ്പലാന്ന് പറഞ്ഞു നമ്മൾ ഡിപ്ലോസ്റ്റീമനസ് കണ്ടീഷനിൽ. ഓപ്പോസിറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞത് സെപ്പലിൻ്റെത് ഇവിടെയാണ്. ഇതാണ് ഓപ്പോസിറ്റ് പൊസിഷൻ ഓഫ് സെപ്പൽ എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ യെല്ലോ കളറാക്കിയിട്ടുള്ളത്. ആൻഡ് ഓൾട്ടർനേറ്റ് പൊസിഷൻ ഓഫ് സെപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ദിസ് ഇസ് ദ ഓൾട്ടർനേറ്റ് പൊസിഷൻ ഓഫ് സെപ്പൽ. സോ ഔട്ടർ വേൾഡ് ഡിപ്ലോസ്റ്റീമനസ് കണ്ടീഷനിൽ ഓപ്പോസിറ്റ് ടു സെപ്പൽ ആണ് അല്ലേ? ഓപ്പോസിറ്റ് ടു സെപ്പൽ ആണ് ഔട്ടർ വേൾഡിൽ. ആൻഡ് ഇന്നർ വേൾഡോ? ഇന്നർ വേൾഡ് ഈസ് ഓപ്പോസിറ്റ് ടു പെറ്റൽ. പെറ്റലിൻ്റെ ഓപ്പോസിറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞത് ഇവിടെയാണ്. സോ ഇത് പെറ്റലിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ്
ആൻഡ് നമുക്ക് ഡിപ്ലോസ്റ്റീമിനസ് കണ്ടീഷനെ വേറെ പല രൂപത്തിൽ ഡിഫൈൻ ചെയ്യാം. അതിൻ്റെ 3 ഡെഫിനിഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു, ബാക്കി 3 ഡെഫിനിഷനാണ് ഈ ലെഫ്റ്റ് സൈഡ് കൊടുത്തിട്ടുള്ളത്. അത് ഇതിന് മാച്ച് അല്ലേ എന്നൊന്ന് കൺഫേം ചെയ്യാം. സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾ ഓൾട്ടർനേറ്റ് ടു പെറ്റൽ. നമ്മൾ പെറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റേമൻ്റെ പൊസിഷൻ നോക്കുന്നതെങ്കിൽ ഈ ഔട്ടർ വേൾ ഓൾട്ടർനേറ്റ് ടു പെറ്റൽ ആണ്. അതേപോലെ സ്റ്റേമൻ ഓഫ് ദ ഇന്നർ വേൾ ഓൾട്ടർനേറ്റ് ടു സെപ്പൽ ആണ് അല്ലേ. Then next, stamen of the outer wall opposite to sepal. Outer wall നമ്മൾ നോക്കുമ്പോൾ opposite to sepal ആണ്. അതേസമയം inner wall alternate to sepal. Inner wall is alternate to sepal. Then next, stamen of the outer wall alternate to petal. Stamen of the outer wall alternate to petal ആണ്, whereas inner wall opposite to petal ആണ്. Then ഇനി നമ്മൾ ഒബ്ഡിപ്ലോസ്റ്റീമിനസ് കണ്ടീഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നേരെ റിവേഴ്സ് ആണ്. സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾ ഓൾട്ടർനേറ്റ് ടു സെപ്പൽ. സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾ ഓൾട്ടർനേറ്റ് ടു സെപ്പൽ. സോ ഔട്ടർ വേളിലുള്ള ഒരു സ്റ്റേമനെ ഞാനിവിടെ യെല്ലോയിഷ് കളറാക്കുകയാണ്. ഇതാണ് സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾ. സ്റ്റേമൻ ഓഫ് ദ ഔട്ടർ വേൾ ആണിത്. ആൻഡ് ദിസ് ഇസ് ഓപ്പോസിറ്റ് ടു ഓൾട്ടർനേറ്റ് ടു സെപ്പൽ ആണ്. സോ ഓൾട്ടർനേറ്റ് പൊസിഷൻ ഓഫ് ദ സെപ്പൽ എന്ന് പറഞ്ഞത് ഇവിടെയാണ്. സോ ഓൾട്ടർനേറ്റ് ടു സെപ്പൽ ആണ്. അതേസമയം സ്റ്റേമൻ ഓഫ് ദ ഇന്നർ വേൾ, ഞാനൊരു ഇന്നർ വേളിലുള്ള സ്റ്റേമനെ ഓൾട്ടർനേറ്റ് ചെയ്യാണ്. സ്റ്റേമൻ ഓഫ് ദ ഇന്നർ വേള് ഞാൻ ഷെയ്ഡ് ചെയ്തു. സ്റ്റേമൻ ഓഫ് ദ ഇന്നർ വേള് ഓൾട്ടർനേറ്റ് ടു പെറ്റൽ. പെറ്റലിൻ്റെ ഓൾട്ടർനേറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് ഇതിന് മാച്ച് അല്ലേ എന്ന് ക്ലിയർ ആക്കുക. ലെങ്ത് ഓഫ് സ്റ്റേമൻ പറയുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന മിക്കവാറും ഫ്ലവേഴ്സിൽ എല്ലാ സ്റ്റേമൻസിനും ഒരേ ലെങ്ത് ആയിരിക്കും. പക്ഷെ ചില ഫ്ലവേഴ്സിലെങ്കിലും ഒരു ഫ്ലവറിലെ എല്ലാ സ്റ്റേമൻസിനും ഒരേ ലെങ്ത് ആയിരിക്കില്ല. അതിൻ്റെ ബേസിൽ കോമൺ ആയിട്ട് കാണുന്ന 2 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ടെട്രാഡിനമസ് കണ്ടീഷനും ഡൈഡിനമസ് കണ്ടീഷനും. ടെട്രാഡിനമസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are 3 pairs of stamens of which 2 pairs are long and 1 pair short. All long stamens have same length and all short also have same length. അപ്പോൾ ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചറിന് അത് വളരെ ക്ലിയർ ആണ്. ഇതിൽ കൊറോള കാണിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് 6 സ്റ്റേമനും പിന്നെ സെൻട്രൽ ഒരു ഗൈനീഷ്യമാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ 6 സ്റ്റേമനിൽ 4 എണ്ണം വലുതാണ്. ഈ 4 എണ്ണത്തിന് ഒരേ സൈസാണ് ഫിലമെന്റിന്. 2 സ്റ്റേമൻസിന്റെ ഫിലമെന്റ്സിന്റെ സൈസ് കുറവാണ്. സോ 3 pairs of stamens ഉള്ളതിൽ 2 pairs ലോങ്ങും 1 pair ഷോർട്ടും ആണെങ്കിൽ അതിനെ ടെട്രാഡിനമസ് കണ്ടീഷൻ എന്നാ പറയാ. എക്സാമ്പിൾ മസ്റ്റാർഡ് ആൻഡ് റാഡിഷ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡൈഡിനമസ് കണ്ടീഷൻ. ഡൈഡിനമസ് അപ്പം എന്തായിരിക്കും? there are 2 pairs of stamens of which 1 pair long and 1 pair short. ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ആകെ 4 സ്റ്റേമൻ ആണുള്ളത്, അല്ലെങ്കിൽ 2 pairs of stamens ആണുള്ളത്. അതിൽ 1 pair ഷോർട്ടും 1 pair ലോങ്ങും ആണെങ്കിൽ അതിനെയാണ് ഡൈഡിനമസ് കണ്ടീഷൻ എന്ന് പറയാം. ആൻഡ് ഇത് കോമൺ ആയിട്ട് കാണുന്നത്, നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന 2 പ്ലാന്റ്സ് ഉണ്ട്. ഒന്ന് ലൂക്കാസ് എന്ന് പറഞ്ഞത് തുമ്പയാണ്. ആൻഡ് തൻബർജിയ എന്ന് പറഞ്ഞിട്ടുള്ളത് നീല കോളാമ്പി, നീലപ്പെട്ടി എന്നാണ് നമ്മളെ നാട്ടിൽ പറയാം. ഇതാണ് ഈ വൈറ്റിഷ് പോർഷനിൽ കുറച്ചും കൂടി ബ്ലൂ ഉണ്ടാവും കേട്ടോ, ഒരു വയലറ്റ് ബ്ലൂ കളർ. ഈ ഫ്ലവർ നിങ്ങൾ ഡിസെക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ലൂക്കാസ് പിന്നെ ചെറുതാണ് എങ്കിലും കാണാം.